Hello my dear plant lovers, welcome back to my YouTube channel Nature Diary. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു ഓർക്കിഡ് ചെടി മേടിച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് ചട്ടിയൊക്കെ ആവശ്യമല്ലേ, ചട്ടി വേണം ഒക്കെ വേണ്ടേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു അടിപൊളിയായിട്ട് ഒരു ഓർക്കിഡ് പോട്ടാണ്, അത് സെൽഫ് വാട്ടറിങ് പോട്ടാട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു 5 പൈസ 10 പൈസ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുപ്പി കൊണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു സെൽഫ് വാട്ടറിങ് പോട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നതിനെയൊക്കെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്ക് തന്നെ സൈഡിൽ കാണുന്ന ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ ഒരു 10 പൈസ ചിലവില്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ ഈ ഒരു സെൽഫ് വാട്ടറിങ് പോട്ട് കുപ്പി കൊണ്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്കിനി ഈ ഒരു ബോട്ടിൽ ഒന്ന് കറക്റ്റായിട്ട് ഈ ഭാഗമെല്ലാം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു എളുപ്പത്തിനായിട്ട് നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാർക്കറോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതേ കണക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ കട്ട് ചെയ്യാൻ വെച്ചിടുന്ന എളുപ്പമായിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കട്ടിങ് ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇതേ കണക്കൊന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി ഞാൻ കൊടുക്കാം. അപ്പോൾ ദാണ്ട് ഇത് ഇത്രയും ഈ ഒരു ഭാഗമാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാവം ഇതിനൊക്കെ എന്തെങ്കിലും ഷാർപ്പ് ഇതിനൊക്കെ 2 പോർഷനായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ഈ 2 പോർഷനായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കുപ്പീനെ 2ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ഇതേ കണക്കായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതേ കണക്ക് ഈ ഒരു പോർഷനിലോട്ട് നമ്മൾ ഫുള്ളി ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത്. കണ്ടോ, ഇതിലാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. ഇതേ കണക്ക് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ അങ്ങ് എടുത്ത് വെക്കും ഇത്. അപ്പം ഇത് നമ്മളൊരു സെൽഫ് വാട്ടറിങ് പോട്ട് എന്ന രീതിയിലാട്ടോ നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതേ കണക്ക് വരുന്ന വിധേനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ടൈപ്പ് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ പപ്പടം കുത്തി അതിനൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട്, ഇതിനൊക്കെയുള്ള ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് ഈ ഒരു 4 പാടും നമ്മൾ ഓർക്കിഡാണ് ഞാനിപ്പോൾ ഇതിനകത്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ഓർക്കിഡ് വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഓർക്കിഡിൻ്റെ കാര്യം അറിയാമല്ലോ, നല്ല രീതിയിലുള്ള ഹോൾ ആവശ്യം. അപ്പം ഇതേ കണക്ക് നമുക്ക് ഈ ഒരു പോട്ട് നിറച്ചും ഹോൾ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി ഇതിലേക്ക് നിറച്ചും ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതിപ്പോൾ ഞാൻ ഉണ്ടോ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ള് നല്ല രീതിയിൽ മൊത്തത്തിൽ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഇതേണക്കൊരു ഇതിനൊക്കെ ചരടോ എന്തെങ്കിലും കയറ് ടൈപ്പ് ഇതേണക്ക് ചണമായാലും മതി, ഇതേണക്ക് എടുത്ത് ഈ ഒരു കുപ്പിയുടെ ഈ ഒരു അടപ്പ് ഭാഗത്തോടെ എടുത്ത് നമ്മൾ ഇതിനകത്തിടണം. ഇട്ടിട്ട് ഈ ബാലൻസ് വരുന്ന ഭാഗം വേണേൽ ഈ ഹോളിനകത്തോടെ കയറ്റാം, അല്ലെങ്കിൽ ഇതിനകത്ത് ചുരുട്ടി ഇതിനകത്തോട്ട് തന്നെ ഇങ്ങനെ വെക്കാം. അതിനകത്തോട്ട് തന്നെ ചുരുട്ടി ഇങ്ങനെ വെക്കണം കേട്ടോ. ഇതെന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തായിരിക്കും വെള്ളം നിറയ്ക്കുന്നത്. അന്നേരം ഇതിങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ ഈ ചരടിനകത്തോടെ വെള്ളം ചെടിക്ക് നല്ല രീതി എളുപ്പം കിട്ടുന്നതിനാട്ടോ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ഈ ഒരു പ്ലാന്റ് ഇതേ കണക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്കായിരിക്കും നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പം ഇതേ കണക്കുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു സീഡ്ലിംഗ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള തൊണ്ടൊക്കെ നമുക്ക് എടുത്താൽ കളയാം. കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് കൊണ്ട് അധികം തൊണ്ടിരുന്നാൽ ചിലപ്പോൾ ചീച്ചിലിനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊക്കെ തൊണ്ടങ്ങ് എടുത്ത് കളയാം.
അത് മാത്രമല്ല ചെറിയൊരു അസുഖം കൂടി വന്ന പ്ലാന്റാണ്. ഇപ്പം ട്രീറ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഇതാ പുതിയ തൈകളൊക്കെ ഇവിടുന്ന് അവിടുന്ന് ഒക്കെ വരുന്നുള്ളൂ. അന്നേരം പിന്നെ അത് കിളിച്ച് കിട്ടും. അപ്പോൾ ഇതാ ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഈ ഒരു പ്ലാന്റ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഈ ചരട് ഈ ഒരു കയറിൻ്റെ ഈ ഒരു ഇതാണ് വെച്ചിട്ടുണ്ടായത് കൊണ്ട് പെട്ടെന്ന് ഈ വേരങ്ങ് പിടിക്കും. ഇതിലേക്ക് നമ്മൾ കരി ഇട്ടാൽ കൊടുക്കാം. ഇച്ചിരി വലിയ പീസ് കരി നോക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഹോളിനകത്തോട് അങ്ങ് പോകും. അതുകൊണ്ട് ഇച്ചിരി നല്ല രീതിയിലുള്ള വലിയ കരി നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്തൊരു ഇതാ കണക്ക് നല്ല രീതിയിൽ പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തിരിക്കാം. അപ്പോൾ അതാണ്ട് ഇതിനൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചു കൊടുക്കാം. അപ്പോൾ അതാണ്ട് നമ്മൾ ഇതിനൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളമായിട്ട് ഹോളിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ ഈ റൂട്ടിന് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ റൂട്ട്സിനൊക്കെ ഇതിനകത്ത് പോകുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള ഹോളുകൾ നല്ല വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതാണ്ട് ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ നട്ട് വെച്ചതല്ലേ, അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് എന്തിനാണ് ഉപയോഗപ്പെടുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ ഇതാ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇത് കണ്ടോ ഇവിടെ ഈ ഒരു പോട്ടിൻ്റെ ഇത്രയും ഭാഗം വരെ വെള്ളം കിടക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കയറിട്ടത് കൊണ്ട് ഈ കയറിനകത്തോടെ ഈ വെള്ളം കയറി നമ്മുടെ ഈ പ്ലാന്റിനകത്ത് വെള്ളം കിട്ടി. ഇതിപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ജോലിക്കൊക്കെ പോകുന്നവർക്കാകുമ്പം ഓർക്കിഡ് ഇങ്ങനെ നശിച്ചു പോകില്ല വെള്ളം കിട്ടാതെ. അപ്പോൾ ഇങ്ങനെ ഒരു പോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ഒരു സെൽഫ് വാട്ടറിങ് പോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് പ്ലാന്റിന് വെള്ളം കിട്ടുകയും ചെയ്യും. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നില്ല. പിന്നെ കൊതുവിൻ്റെ കാര്യം പേടിക്കണമെന്നില്ല, കാരണം നമ്മൾ മേളിൽ കാര്യമൊക്കെ യൂസ് ചെയ്യുന്നത് കൊതു ഇതിനകത്ത് വരാനുള്ള ചാൻസ് കുറവാണ്. വന്നാൽ തന്നെ നമുക്ക് ഈ വെള്ളം ഡെയിലി വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് കൊതുവിൻ്റെ ആ ഒരു രീതിയൊന്നും വരത്തില്ല. അപ്പോൾ ഇതേ കണക്കാണ്. ഇപ്പോൾ ഈ ഒരു വെള്ളം കുറയുന്ന സമയം ഈ കയറിനകത്തോടെ തന്നെ വെള്ളം കയറി പ്ലാന്റ് അതങ്ങ് അബ്സോർവ് ചെയ്തെടുത്തോളും. അങ്ങനെ പ്ലാന്റ് ഡീഹൈഡ്രേറ്റായി നശിച്ചു പോകത്തില്ല. അതേ കണക്ക് തന്നെ പ്ലാന്റും നശിച്ചു പോകത്തില്ല, കാരണം കരി യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷനൊന്നും അത്രയ്ക്കും ഉണ്ടാകത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സെൽഫ് വാട്ടറിങ് പോട്ട് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല സ്പ്രേ പെയിൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ നല്ല പെയിൻറ്റ് ചെയ്ത് ഹാങ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഈ ഹോൾസിനകത്തോടെ എന്തെങ്കിലും കയറ് കെട്ടി നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇച്ചിരി നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് കേട്ടോ, ഹാങ് ചെയ്തൊക്കെ ഇടുമ്പോഴേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സെൽഫ് വാട്ടറിങ് പോട്ട് മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇനി ഇതേണക്കുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്, ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.